சத்குருவாய் காட்சி தரும் சரவண பாபா சந்ததமும் காத்தருள்வார் சரவண பாபா சத்குருவாய் காட்சி தரும் சரவண பாபா சந்ததமும் காத்தருள்வார் சரவண பாபா பக்தியுடன் நாம் பணிந்தால் சரவண பாபா பாவமெல்லாம் போக்கிடுவார் சரவண பாபா பக்தியுடன் நாம் பணிந்தால் சரவண பாபா பாவமெல்லாம் போக்கிடுவார் சரவண பாபா சரவண பாபா எங்கள் சரவண பாபா சரணம் என்றால் அபயம் தரும் சரவண பாபா சரவண பாபா எங்கள் சரவண பாபா சரணம் என்றால் அபயம் தரும் சரவண பாபா சத்குருவாய் காட்சி தரும் சரவண பாபா சந்ததமும் காத்தருள்வார் சரவண பாபா சத்குருவாய் காட்சி தரும் சரவண பாபா சந்ததமும் காத்தருள்வார் சரவண பாபா பக்தியுடன் நாம் பணிந்தால் சரவண பாபா பாவமெல்லாம் போக்கிடுவார் சரவண பாபா பக்தியுடன் நாம் பணிந்தால் சரவண பாபா பாவமெல்லாம் போக்கிடுவார் சரவண பாபா சரவண பாபா எங்கள் சரவண பாபா சரணமென்றால் அபயம் தரும் சரவண பாபா சரவண பாபா எங்கள் சரவண பாபா சரணம் என்றால் அபயம் தரும் சரவண பாபா அன்னை குருவே தந்தை குருவே ஆசா குருவே தெய்வம் குருவின் சன்னதி கொடுப்பது நிம்மதி குருதான் எமக்கு எல்லாம் ஓம் சரவண பாபா ஓம் சரவண பாபா குருவே அன்னை குருவே தந்தை குருவே ஆசான்
ആദ്യത്തെ മന്ത്രം പ്രാർത്ഥനയാക്കി നമുക്ക് പരിപാടി ആരംഭിക്കാം. ഓം അഗ്നിമേദേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം ഹരി ഓം യജുർവേദം ഇഷേത്വോജ്ജേത്വ വായവസ്ഥോ വായവസ്ഥദേവോ വസ്തവിധ പ്രാർപ്പയശ്രേഷ്ഠതമായ കർമ്മണേ ഹരി ഓം സമവേദം അഗ്നായാഗ്നിവേദേ ഗൃഹാനോ അഭ്യദാതയേ യുഹോദാസസ്യ പരിശിഷേ അഥർവവേദം സംഗോ ദേവീരധിഷ്ഠയാമോ ഭവന്ത ഭീനേ സംയോ രഥിസ്രവന്തുന ഹരി ഓം നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പ്രതിഭേ നമോ ഓഷധേഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി ഹരി ഓം. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ശരവണബാബ സ്വാമികളെ ഇവിടെ ക്ഷണിക്കണം എന്നുള്ള ഒരു വർഷം കഴിഞ്ഞിട്ടും സാധിക്കാതെ പെട്ടെന്നായിരുന്നു സ്വാമിജി മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ തിരിച്ചു വന്ന് 5-ാം തീയതി ഈ 5-ാം തീയതി നിങ്ങൾക്ക് വേണ്ടി ഒരു സമയമുണ്ട്, നിങ്ങൾ അതിന് തയ്യാറാവേണ്ടി ഞാൻ വരാൻ തയ്യാറാണെന്ന് സ്വാമിജി പറയുകയും അതുപോലെ സ്വാമിജി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഈ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര ഭാരവാഹികളെയും അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവരും ഇത് കഴിയുന്നവരെ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് ദർശനം നടത്തി ഭഗവാന്റെ പാദസ്പർശനം നടത്തി മഹത്വമൊക്കെ ആഞ്ജനേയസ്വാമി കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ നമ്മളെക്കൊണ്ടൊന്നും മാത്രം വർണ്ണിക്കാനുണ്ട്. ഏത് വിഷയത്തെ കുറിച്ചാണെങ്കിൽ ഭക്തി ഭക്തന്മാരാണ് നമ്മളുള്ളത്. അവിടെ നിന്ന് നമുക്ക് പ്രസാദം വരും. ഇപ്പൊ ഭക്തിയോടാണ് ഭഗവാൻ ഉണ്ടാവും. ഭക്തി ഇല്ലാത്തോട്ട് ഭഗവാൻ ഉണ്ടാവും. ഭക്തി ഉള്ളോട്ട് ബോധിച്ചോളൂ. അപ്പൊ ഭക്തിയാണ് നമ്മളിലൊക്കെ പ്രകാശിക്കേണ്ടത്. ആ ഭക്തിയെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായ തപസ്സാണ് നമ്മൾ അനുഷ്ഠിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം. നമ്മുടെ ജീവിതം മനോഹരമാക്കുക, ജീവിതത്തിനെ നന്നാക്കിയിട്ട് എത്രമാത്രം നന്നായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എനിക്ക് എത്രമാത്രം നന്നാവാനുണ്ട് എന്നുള്ളതും നമുക്കറിയാം. ഇപ്പൊ നമ്മളാ ബാക്കിയുള്ള ഭാഗം നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. ഓരോ മനസ്സിനും ഓരോ മനസ്സിൻ്റെയും സങ്കല്പം എന്താ?
നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവണം അല്ലേ? ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാവാൻ വേണ്ടിയിട്ടുള്ളതായ പ്രയത്നം നമുക്കൊക്കെ ഭഗവാൻ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു ഉത്തരവാദിത്തങ്ങളാണ്. നമ്മളാരും എന്താ പറയുക, ഒരു ഭയത്തിലിങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. നമ്മളൊക്കെ രാജ്യത്ത് വസിക്കുക, ഒരു വലിയൊരു രാജ്യസഭയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ ആ ജീവിതം നയിക്കുമ്പോൾ പല കർമ്മങ്ങളും നമ്മൾക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. പല കർമ്മങ്ങളും ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ടാവും അല്ലേ? വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ചിലപ്പോൾ ഭഗവാൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. ആ ഉത്തരവാദിത്തങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി വന്ന് നമ്മളതിൽ ജയിച്ച് ജീവിക്കണം. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു സമുദ്രം പോലെയാണ്. അതിൽ പലതും ഉണ്ടാവും അല്ലേ? എന്നാൽ ആ സമുദ്രത്തിൽ നിന്ന് നമ്മൾ ലക്ഷ്യത്തിലെത്തണം. അതിന് വേണ്ടതായ ശ്രമം, ആ ശ്രമത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പം നമുക്കൊക്കെ ആഴമേറിയ ഭക്തി ജീവിതത്തിൽ വേണം. ഭക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭക്തി സ്നേഹിക്കുക, സഹായിക്കുക, ഇതാണ് യഥാർത്ഥ ഭക്തി. സ്നേഹിക്കുക, സഹായിക്കുക, പ്രാർത്ഥിച്ചിട്ട് പൂജ ചെയ്യും. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നാണ്. ഭഗവാനിലേക്ക് നയിക്കുക. പരസ്പര സ്നേഹം, ഭഗവാനും ഭക്തനും തമ്മിലുള്ളതായ പരസ്പര സ്നേഹമാണ് ഭക്തി. സ്നേഹം. പിന്നെ സഹായിക്കുക, നമ്മളാൽ കഴിയുന്ന നല്ല കാര്യങ്ങൾ നടത്തുക. നമ്മളാൽ കഴിയാത്തതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, കഴിയണ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതെവിടെയാണെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ ജനിച്ചാലും നമ്മൾ ചിലപ്പോൾ ശബരിമലയിൽ വെച്ചിട്ട് ചിലപ്പോൾ നല്ല കാര്യം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കാശിലേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വഴികളാണ് അങ്ങനെ വിശന്ന് വരഞ്ഞിരിക്കുന്നത്. അവിടെയായിരിക്കും ചിലപ്പോൾ നമ്മൾ നല്ല കാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഈശ്വര സേവ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കർമ്മത്തിലാണ് നമ്മൾ ജയിക്കേണ്ടത്. നമ്മുടെ പ്രസംഗിച്ച് നമ്മുടെ മുന്നിലോ അച്ഛൻ്റെ മുന്നിലോ ഗുരുനാഥൻ്റെ മുന്നിലോ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ മുന്നിലോ ഒന്നുമല്ല ജയിക്കേണ്ടത്. നമ്മുടെ കർമ്മത്തിലാണ് നമ്മൾ ജയിക്കേണ്ടത്. അവിടെയാണ് മോക്ഷം. അല്ലാതെ നമ്മളിപ്പോൾ 10 മുന്നിൽ ഞാൻ വലിയ കാണാമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടൊന്നും നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. നമ്മുടെ കർമ്മം എന്താണോ അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം. അത് കാണുമ്പോൾ 10 പേര് അതിനെ വാഴ്ത്തണം. അപ്പം നമുക്ക് മോക്ഷമായി. അതാണ് ഇപ്പം നമ്മളൊരു നല്ലൊരു പ്രസാദം ഉണ്ടാക്കി വിചാരിച്ചോളൂ, ഒരു പായസം ഉണ്ടാക്കി. ആ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് നിലനിൽക്കുമ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല സ്വാദം ഉണ്ടാവും അല്ലേ? അത് കഴിക്കണവരൊക്കെ പറയും, ഓ ഈ പായസം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഉണ്ടാക്കി നമുക്ക് മനസ്സിൽ തണുപ്പ് കിട്ടും അല്ലേ? ഇതല്ലേ ഒരു ശരിയായ മോക്ഷം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആനന്ദമുണ്ടല്ലോ, അവിടെയാണ് മോക്ഷം. അതായത് കർമ്മത്തിലാണ് മോക്ഷം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് കാശി പോയാലാണ് മോക്ഷം, ഹിമാലയത്തിൽ പോയാലാണ് മോക്ഷമൊക്കെ. അവിടെ പോയാൽ കർമ്മം ചെയ്താലും മോക്ഷമുള്ളൂ. അതുകൊണ്ട് അവിടെ പോയിട്ട് കണ്ണടച്ചിട്ട് പരമേശ്വരൻ എനിക്ക് മോക്ഷം തരുന്നു പറഞ്ഞാൽ പരമേശ്വരൻ മോക്ഷം തരില്ല. നമ്മളവിടെ പോയിട്ട് പ്രവർത്തിക്കണം. കാശിയിൽ പോയിട്ട് നമ്മൾ കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് സാധിച്ചു കിട്ടുള്ളൂ. ഭഗവാൻ ശ്രീരാമസ്വാമി വരെ രാമേശ്വരം പോയിട്ട് കർമ്മം ചെയ്തപ്പോഴാണ് സായുജ്യം കിട്ടിയത്. ആ കർമ്മത്തിലൂടെ മാത്രമേ നമുക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അപ്പൊ നമ്മുടെ യഥാർത്ഥ കർമ്മം എന്താണോ ആ കർമ്മത്തിനെ നമ്മൾ സ്നേഹിക്കണം. ആ യഥാർത്ഥ കർമ്മം എവിടെ നിന്ന് ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു? അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ആരംഭമുണ്ട് അല്ലേ? ആരംഭം എവിടുന്ന? മാതൃദേവോ ഭവ അല്ലേ? അമ്മയുടെ അനുഗ്രഹം ആദ്യമാകണം, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാൻ. നമ്മൾ ശരീരത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മളിൽ മുതിർന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ദക്ഷിണ കൊടുത്തിട്ട് വേണം പുറപ്പെടാൻ അല്ലേ? അച്ഛൻ്റെ കാര്യം വിളിക്കണം, നമ്മുടെ കാര്യം വിളിക്കണം, ഗുരുനാഥന്മാരുടെ കാര്യം വിളിക്കണം. അതുപോലെ നമ്മളുടെ വംശത്തിൽ മുതിർന്നവരായിട്ട് എല്ലാവരുടെയും കാര്യം വെച്ചിട്ട് വേണം, ദക്ഷിണ വെച്ചിട്ട് വേണം പുറപ്പെടാൻ. അതെന്തിനാ? കർമ്മം നന്നാവണമെങ്കിൽ ഗുരുത്വം വേണം. ഗുരുത്വത്തിലേക്ക് കർമ്മം നന്നാവില്ലേ? അപ്പോൾ ഗുരുത്വം വേണം. ഗുരുത്വം എന്നല്ല ശരിക്കും പറയാം, ഗുരുത്വം. ഗുരുത്വം അല്ലേ? അമ്മയിലും ഗുരുവുണ്ട്, അച്ഛനിലും ഗുരുവുണ്ട്, നമ്മളെ ആകർഷിക്കുന്നവർക്കൊക്കെ ഗുരുവുണ്ട്, നമ്മളെ ആകർഷിക്കുമ്പോൾ അവിടെയും ഗുരുവുണ്ട്. അപ്പൊ നമ്മുടെ മാതൃസ്മരണ നമ്മളിൽ ഉണ്ടാവണം. അതാണ് ആദ്യത്തെ പടി. നമ്മൾ ജനിച്ചത് എവിടുന്നാണോ അവിടെ കൊണ്ട് നമിക്കൂ ആദ്യം. അവിടെ വന്നിക്കാതെ അവിടെ നിന്നിച്ച് നീ ആരാധിക്കുമ്പോൾ
അനുഭവങ്ങൾക്കൊക്കെ ക്ഷതം സംഭവിക്കുന്നു. എന്തൊക്കെ സമ്പാദ്യങ്ങളുണ്ടെങ്കിലും അതൊന്നും സുഖത്തോടു കൂടി അനുഭവിക്കാൻ പറ്റില്ല. അതിലൊക്കെ ശരി പിടിക്കും. അതിലൊക്കെ ശരി പിടിക്കും. കാരണം എന്താ പറയുക, ആ ശരി എന്ന് പറയുന്നത് ആരെ വേണമെങ്കിലും പിടിക്കാം. ശരി പരമശരി പോയി പിടിക്കാം. അതാണ് ശരി. അപ്പൊ നമ്മളെയും ശരിക്കും പിടിക്കാൻ ആരോടും അനുവാദം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കർമ്മം തെറ്റാണെങ്കിൽ ശരിയാണ്, തീർച്ചയായിട്ടും നമ്മളത് പിടിക്കും. പിന്നെ നമ്മുടെ ജാതകം നോക്കുമ്പോൾ ശരി കുഴപ്പമാണ്, ജാതകം കുഴപ്പമാണെന്ന് പറഞ്ഞ് കയ്യിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കണക്ക് ചിലവാക്കേണ്ടി വരും. സമ്പാദിച്ചതൊക്കെ അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. അപ്പൊ കർമ്മത്തെ സ്ഫുടം ചെയ്താൽ മതി, പാപങ്ങളൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റും. അല്ലെ, പാപങ്ങളെ പരിഹരിക്കാനാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്, പാപങ്ങളെ സൃഷ്ടിക്കാനല്ല. അപ്പൊ എപ്പോഴും നമ്മുടെ പ്രവൃത്തിയിലാണ് വിമോചനം കിട്ടുന്നത്. അപ്പൊ എപ്പോഴും മാതൃസ്മരണ നമ്മളിൽ ഉണ്ടാവണം. ആഞ്ജനേയ സ്വാമി നോക്കൂ, സീതാദേവിയുടെ പാദം നോക്കിയിട്ടാണ് സീതാദേവി തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പൊ പാദത്തിലാണ് സേവിക്കേണ്ടത്. അമ്മയുടെ പാദമാണ് നമ്മളുടെ ഹൃദയം. ആ മാതാവിന്റെ പാദം മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം കർമ്മത്തിന് കയ്യിൽ വയ്ക്കാൻ. പിതാവിന്റെ പാദം മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം കർമ്മത്തിന് കയ്യിൽ വയ്ക്കാൻ. ഇതാ മാതൃസ്മരണ, പിതൃസ്മരണ. ഇതാണ് നമ്മളുടെ വേദങ്ങളുടെ അടിസ്ഥാനം. ഇതാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനം. ഈ അനുഷ്ഠാനം നമ്മൾ അനുസരിക്കണം. ഇന്നത്തെ ലോകത്ത് എത്രയും അച്ഛനമ്മയിലെ മനസ്സ് പൂർണ്ണമായിട്ട് ജീവിക്കുന്നു. എന്താ കാരണം? അതൊക്കെ വലിയ കപ്പലിൻ്റെ എയറോപ്ലെയിനിൻ്റെ അത് നോക്കല്ല. മക്കൾ പറഞ്ഞത് കേൾക്കണില്ല എന്ന് നോക്കുക. മക്കൾ പറഞ്ഞത് കേൾക്കണില്ല, മക്കൾ അനുസരിച്ച് ജീവിക്കുന്നില്ല, മക്കൾ ഭയങ്കര രൗദ്രഭാവം ജീവിക്കുന്നു. മക്കളൊക്കെ അച്ഛനമ്മയും വിട്ടുപോകണം. പ്രായം ഒരാളായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും എന്നല്ല വേണ്ടത്, പിന്നെ സമ്പാദിച്ചതിനോടാ പ്രേമം. അങ്ങനെയുള്ളതായ അവസ്ഥയിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമില്ലാത്ത അവസ്ഥ വരും. എപ്പോഴും മാതൃസ്മരണയും പിതൃസ്മരണയും നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം. അത് മാത്രമല്ല, കുലാചാരങ്ങളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഏത് കുലത്തിൽ ജനിച്ചുവോ ആ കുലാചാരത്തെ നമ്മൾ അനുസരിച്ച് ജീവിച്ചേ മതിയാവും. ആ കുലാചാരം നമ്മളിൽ ഉണ്ടാവണം. നമ്മുടെ വേറൊരു കുലത്തിൽ പോയിട്ട് ആ ആചാരങ്ങളെ അനുസരിക്കലല്ല നമ്മളുടെ ജീവിതം. നമ്മളുടെ ജനനത്തിന് കാരണമാകുന്ന കുലം ഏതാണോ ആ കുലത്തിലൊരു ദേവതയും ആ കുലത്തിലൊരു ഗുരുവും ഉണ്ടായിരിക്കും. ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുസരിച്ച് ജീവിക്കണം. അതിപ്പോൾ ചിലപ്പോൾ നമ്മളുടെ കുലദേവത ചിലപ്പോൾ ഒരു വെയിലത്ത് ഒരു മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇരിക്കുന്നുണ്ടാവുക. അത് വിചാരിച്ചിട്ട് അവിടെ ശക്തിയില്ല എന്ന് നമുക്ക് തോന്നണ്ട. അവിടെ തന്നെയാണ് ആദ്യത്തെ ശക്തി. അവിടെ നിന്നാണ് ബാക്കിയുള്ളവർക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ആ കുലാചാരങ്ങളെ നമ്മൾ അനുസരിച്ച് ജീവിക്കുക. അത് ഏത് ആചാരത്തിനാണോ നമ്മളൊക്കെ ഉടലെടുത്തിട്ടുള്ളത് ആ ആചാരങ്ങളെ അനുസരിച്ചിട്ട് നമ്മളൊക്കെ ജീവിക്കണം. അതുപോലെ കുടുംബത്തെ രക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. കുടുംബത്തെ ശിക്ഷിച്ചുകൊണ്ട് ജീവിക്കരുത്. അല്ലേ? കുലത്തെ അനുസരിക്കും, കുടുംബത്തെ രക്ഷിക്കും. അതാണ് കുടുംബത്തിലുള്ളവരൊക്കെ, കൂടെ പിറന്നവരൊക്കെ നമ്മളുടെ ജീവൻ തന്നെ. അവരെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല, അവരെ നമ്മൾ പുറന്തള്ളാൻ പാടില്ല. പുച്ഛിക്കാനും പാടില്ല, പുറന്തള്ളാനും പാടില്ല. ഈ പാപങ്ങൾ ഉടലെടുക്കുന്നത് എവിടുന്നൊക്കെയാണ് പാപങ്ങൾ ഉടലെടുക്കുക? തെറ്റായ വഴി കൂടെ പോയാൽ പാപം ഉടലെടുക്കും. പിന്നെ അതിനെ അതിനെ ഇല്ലാതാക്കണമെങ്കിൽ കുറേ നമ്മൾ കാലം തപസ്സിരിക്കണം. അപ്പോൾ ആ കുലാചാരങ്ങളെ അനുസരിച്ചുകൊണ്ടും കൂടപ്പിറപ്പുകളെയും കുടുംബത്തിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടും രക്ഷിച്ചുകൊണ്ടും നമ്മൾ ജീവിക്കണം. ഒരിക്കലും താഴ്ത്തി പറയരുത്, പുകഴ്ത്തി പറയണം. അതാണ് കുടുംബത്തിലെ കാര്യങ്ങളൊന്നും പുറത്തു പോയിട്ട് നമ്മളെല്ലാവരും പാടി നടക്കരുത് എന്ന് പറയും. അടുക്കളയിലെ കാര്യം അടുക്കളയിൽ തന്നെ അറിയാൻ പാടും. അത് പുറത്തു കൂടെ പറയുമ്പോൾ അതിൻ്റെ അടക്ക് നഷ്ടപ്പെടും. അതെപ്പോഴും കുടുംബത്തെ രക്ഷിക്കുക. ആ കുടുംബം തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ ഗർഭാശയം. നമ്മുടെ ഗർഭഗ്രഹം എന്ന് പറയുന്നത് ഭഗവാനത്തിനുള്ളിലെ ഗർഭഗ്രഹത്തിലായിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് പല മണ്ഡപങ്ങളുണ്ട്. അർദ്ധമണ്ഡപമുണ്ട്, മഹാമണ്ഡപമുണ്ട്, രാജഗോപുരമുണ്ട്, പലതും ഉണ്ടാവും. നമുക്ക് പല പദവികളും കിട്ടും. പക്ഷെ ഗർഭഗ്രഹം മറക്കരുത്. നമ്മുടെ ഉടലെടുത്തത് എവിടെ നിന്നാണോ ആ സ്മരണ നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. ആ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ജീവിക്കണം. അതാണ് ആഞ്ജനേയ സ്വാമി നമുക്ക് പഠിപ്പിച്ചത്. കുടുംബത്തെ സ്നേഹിച്ച് ജീവിക്കണം. അതാണ് ഭക്തി. പിന്നെ കർമ്മത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും നമ്മളൊക്കെ. കർമ്മത്തെ അനുസരിക്കുക. കർമ്മം നമ്മളെ അനുസരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. കർമ്മത്തെ നമ്മൾ അനുസരിക്കണം. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നതായ കർമ്മം ഏതാണോ ആ കർമ്മത്തെ അനുസരിച്ച് നമ്മൾ ആരാധിക്കുക.
എന്നിട്ട് നമ്മൾ അതിലൂടെ ജയിക്കുക. അല്ലാതെ ആ കർമ്മം ശരിയില്ല, ഈ കർമ്മം ശരിയില്ല, ഞാൻ വിചാരിച്ച കർമ്മം എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ശമ്പളം കിട്ടിയില്ല, ഈ ശമ്പളം കിട്ടിയില്ല. നമ്മൾ ആരും ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരല്ല, നമ്മൾക്ക് ദക്ഷിണയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരാണ്. നമുക്ക് കിട്ടുന്നത് ദക്ഷിണയാണ്. അതൊന്നും ഒരു ശമ്പളമായിട്ട് നമ്മൾ കാണണ്ട. നമുക്ക് എന്ത് കിട്ടിയോ അത് ദക്ഷിണയാണ്. ദക്ഷിണയിലാണ് നമ്മളുടെ ജീവിതം നയിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്താ കാശാണ് ലോകം ചിന്തിക്കേണ്ട. കാശല്ല ലോകം, പുണ്യമാണ് ലോകം. ആ പുണ്യമാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. അതിന് കർമ്മത്തിന് സ്നേഹിക്കണം, നമ്മൾ മാത്രമേ പുണ്യം കിട്ടും. അതൊക്കെ നമ്മുടെ ദൈവത്തിനെ സ്നേഹിച്ചാൽ പുണ്യം കിട്ടും. ദൈവം എന്താ പറഞ്ഞത്? കർമ്മം ചെയ്യുന്നതിൽ നന്നാവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് എന്താ പറഞ്ഞത്? ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ കണ്ണുരുട്ടിയിരുന്നാലൊന്നും കാര്യം നടക്കില്ല. നീ കർമ്മം ചെയ്യണം, എന്നാൽ മാത്രമേ നീ ജയിക്കുള്ളൂ. നിനക്ക് കർമ്മം ചെയ്യാൻ വേണ്ടതായ അമ്പും വില്ലും മാവനായും ഒക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ, നീ അതൊക്കെ പ്രയോഗിച്ചോളൂ. ഞാൻ ഉപദേശിക്കാം, ഞാൻ പറഞ്ഞു തരാം, അതുപോലെ ചെയ്തോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അടുത്തുണ്ടെങ്കിലും നമ്മൾ കണ്ണടച്ചിരുന്നാലൊന്നും കാര്യം നടക്കില്ല. കർമ്മം ചെയ്യണം. അത് ആ കർമ്മത്തിനെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും മാനസികമായിട്ട് വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലക്ഷ്യമുണ്ടോ? ഇല്ല. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. നമ്മളുടെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മൾ ചിന്തിക്കണം, ഈ നഖം മാത്രമേ മുറിഞ്ഞു പോയിട്ടുള്ളൂ, വിരലും മുറിഞ്ഞു പോയിട്ടില്ലല്ലോ. നഖം വീണ്ടും ഉണ്ടാവും. ആ നഖം പോയി എന്നുള്ള ദുഃഖത്തിൽ വിരലും മുറിച്ച് കളയരുത്. പിന്നെ നഖം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ള വിശ്വാസം നമ്മൾ കൈവിടരുത്. അതാണ് ആത്മവിശ്വാസം, അതാണ് ഈശ്വര വിശ്വാസം. നമ്മളൊക്കെ പറയില്ലേ, എനിക്ക് നല്ല ഈശ്വര വിശ്വാസം. ഈശ്വര വിശ്വാസം, ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. ആ ആത്മവിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. അതോടൊപ്പം ആത്മധൈര്യവും ഉണ്ടാവണം. തന്നെ കയ്യിൽ ഒക്കെ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിലും ചില കുഴിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ പോയി ചാടും. അപ്പൊ നമ്മള് ഞാൻ ഭഗവാൻ ഇത്രയും കാലം പൂജിച്ചു ഇതാണെന്ന് അനുഭവമുണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയാൻ പാടില്ല. ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് എത്രയല്ലേ സംഭവിച്ചുള്ളൂ, അങ്ങനെ പറയാമോ? അല്ലാതെ ഞാൻ ഇത്രയും കാലം ഭഗവാനെ സേവിച്ച് എന്നും അമ്പലത്തിൽ പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നിട്ട് എനിക്ക് ഇതല്ലേ അനുഭവം ഉണ്ടാവുന്നത്, ഇനി ഞാൻ ഉടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റൂം അടച്ചിട്ട് ഇരുട്ടവയിൽ ഇരുന്നാലൊന്നും നമ്മുടെ ഭാവി നന്നാവില്ല. നമുക്കൊരു വൈരാഗ്യമാണ് ജീവിതത്തിൽ. അയൽവാസികളോടൊന്നുമല്ല വൈരാഗ്യം വേണ്ടത്, സ്വന്തം ജീവിതത്തിനോട് വൈരാഗ്യം വേണം. ജയിച്ച് ജീവിക്കണം. അതിന് വേണ്ടതായ ആത്മവിശ്വാസവും ആത്മധൈര്യവും നമ്മൾ എപ്പോഴും ശേഖരിക്കണം എന്ന് പറയുന്നത്. അതാണ് ആ വിശ്വാസം കൈവിടാൻ പാടില്ല. നമ്മളുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാവുന്നതായിരിക്കും യഥാർത്ഥ വിശ്വാസം. അത് തന്നെയായിരിക്കും വിശ്വാസം. അല്ലാതെ മറ്റുള്ളവർ പറയുമ്പോൾ ഉണ്ടാവുന്നതാകരുത് നമ്മുടെ വിശ്വാസം. നമ്മളുടെ ഉള്ളിൽ ഉദ്ഭവിക്കണതായിരിക്കണം യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസം മാത്രമേ നിലനിൽക്കുള്ളൂ. ബാക്കിയുള്ള വിശ്വാസങ്ങളൊക്കെ മാഞ്ഞു കഴിഞ്ഞു പോകും. അതാണ് ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ജീവിതം, ആത്മധൈര്യത്തോടു കൂടിയുള്ള ജീവിതമാണ് നമ്മുടെ കർമ്മങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കുന്നത്. ഒരു പറവയ്ക്ക് 2 ചിറക് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അത് രണ്ടും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പറവ നന്നായി വേദത്തിലെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ 2 കാര്യങ്ങൾക്കും പൂർണ്ണ ഫലം ഉണ്ടാവണം. അതിനാണ് ധ്യാനിക്കാൻ പറയുന്നത്. ധ്യാനം തന്നെ ശ്രദ്ധിക്കൂ എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുക, ശ്രദ്ധയാണ് യഥാർത്ഥ ദാനം. നമ്മൾ ശ്രദ്ധിക്കുക എന്നത്. ആ കണ്ണടച്ച് നമ്മളത് ശ്രദ്ധിക്കണോ? എന്താ ശ്രദ്ധിക്കുന്നത്? നമ്മളെ ഉണർത്തി തരുന്നത് എന്താണോ അതിനെ ശ്രദ്ധിക്കൂ. നമ്മളെ ഉറക്കുന്നതിനെ ശ്രദ്ധിക്കരുത്. പലതുണ്ട് നമ്മളെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് പലതും ഈ ലോകത്ത്. ചിലപ്പോൾ നമ്മുടെ അടുത്തന്നെ ഉണ്ടാവും നമ്മളെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. നമ്മളുടെ നല്ല ഗുണങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ളത് നമ്മുടെ അടുത്തന്നെ ചിലപ്പോൾ വരും. നശിപ്പിക്കാനും നമ്മളുടെ ജീവിതത്തിന്റെ താളം തെറ്റിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് പലവരും അവതരിക്കും. അതിപ്പോ മാത്രമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാലത്തുണ്ട്, ശ്രീരാമന്റെ കാലത്തുണ്ട്, നമ്മളുടെ കാലത്തുണ്ട്. അല്ലേ? ധർമ്മത്തിനെ ചവിട്ടി തേക്കുന്നവർ ധാരാളല്ലേ? അല്ലേ? അതാ നമ്മൾ ഇന്നത്തെ ന്യൂസിലൊക്കെ ഉണ്ടല്ലേ, ക്ഷേത്രത്തിൽ കയറിയിട്ട് കവചമത്തിൽ കൊലപാതകം നടത്തുന്നു. നോക്കൂ, ധർമ്മത്തിനെ നശിപ്പിക്കുക. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. വിശ്വാസികളെ ചൂഷണം ചെയ്യുക, വിശ്വാസികളെ ഇല്ലാതെയാക്കുക. ദൈവജ്ഞാനം നടക്കണോ? എത്ര എണ്ണം ഈ ദൈവത്തിനെ ആരാധിക്കുന്നവർ പ്രശ്നം ഉണ്ടാക്കുന്നൊന്നുമില്ലേ? അമ്പലത്തിൽ മുഖലടിക്കുന്നൊന്നുമില്ലേ? അമ്പലത്തിൽ നശിപ്പിക്കുന്നില്ലേ? എല്ലാം ഉണ്ടാവും. ഇതൊന്നും തന്നെ ഉണ്ടായതല്ല, അതൊക്കെ ആദ്യകാലം മുതലേ ഉള്ളതല്ലേ. എല്ലാ കാലത്തും ഉണ്ടാവും. എന്നാൽ ഇതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം.
അതിലങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞിട്ട് ഇനി എനിക്കൊന്നും വേണ്ട അവരുടെ മുതിരിയിരിക്കാൻ പാടില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും എന്നൊരു വിശ്വാസം, എന്നൊരു ധൈര്യം നമ്മുടെ ഉള്ളിൽ വേണം. അതാണ് കർമ്മത്തിനെ സ്നേഹിക്കണം എന്നുള്ളത്. കർമ്മത്തിനോട് സ്നേഹം ഇല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് നമ്മൾ എന്തൊരു കർമ്മത്തിലേക്ക് പുറപ്പെട്ടാലും അത് മുടങ്ങും. നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ ആരാണെങ്കിലും ശരി, നമ്മളിപ്പോൾ ഒരു വലിയൊരു ധർമ്മസ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ശരി, സെക്രട്ടറി ആണെങ്കിലും ശരി, ഏതൊരു പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിലും ശരി, ശ്രദ്ധിക്കാൻ പറഞ്ഞത് സംഘത്തിലെ ധ്യാനിക്കൂ. അതാണ് ശ്രദ്ധ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ധ്യാനിക്കണം, ഒന്ന് ആലോചിച്ച് ചെയ്യണം. തന്നെ ധ്യാനം. ആലോചിക്കാണ്ട് ഒന്നിനും കൂട്ടി പുറപ്പെടരുത്. ഒന്ന് എടുത്ത് ചാടാൻ പാടില്ല. ഏതായാലും അറിയാമെന്ന് പറഞ്ഞിട്ടേ കാണുന്നവർക്കൊക്കെ എടുത്ത് ചാടി കഴിഞ്ഞാൽ പഴികളൊക്കെ ഉണ്ടാവും അല്ലേ? ഒന്ന് അങ്ങനത്തെ വേണം ചാടാൻ. അതുപോലെ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മളൊന്ന് ആലോചിക്കണം. ഈ ആലോചന ബുദ്ധി നമ്മളിൽ ഉണ്ടാവണം. ആലോചിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഞാൻ അറിയാണ്ട ചെയ്യൂ, എന്നോട് ക്ഷമിക്കണേന്ന് 1000 ആളോട് പറയേണ്ടി വരും. ആലോചിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അയ്യോ ഞാൻ അറിയാണ്ട ചെയ്തു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. അപ്പൊ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ചെയ്യുന്നത്. അതാണ് ഹനുമാൻ എന്ത് ചെയ്യുമ്പോഴും ശ്രീരാമനെ അറിയിക്കണം, അത് ചെയ്യാൻ. ശ്രീരാമനെ അറിയാത്തൊരു കാര്യം ഹനുമാൻ്റെ ഉള്ളിലില്ല. എല്ലാം ശ്രീരാമനെ അറിയിച്ചുകൊണ്ടുള്ള കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഇരിക്കണം നമ്മൾ. ഭഗവാനെ അറിയിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ധർമ്മങ്ങൾ ചെയ്യുന്നത്. അതാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് തുറന്നുകൊള്ളൂ എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികന്മാർ എത്ര സ്ഫുടം ചെയ്തിട്ട് നമുക്കതൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ല. നല്ല കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സഹായിച്ചാൽ മതി. എവിടെയെങ്കിലും ഇപ്പോൾ അന്നദാനം നടക്കുന്നുണ്ടെങ്കിൽ 2 കിലോ അരി വാങ്ങി കൊടുത്താൽ മതി. 5000 ആൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചോറുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ 2 കിലോ അരി വാങ്ങി കൊടുത്താൽ മതി. 5000 ആളും നമ്മൾ 2 കിലോ അരി കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രകാരം ഉള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇവിടെ തന്നെയാണ് മോക്ഷം നിശ്ചയിച്ചിട്ടുള്ളത് അല്ലേ? ഇപ്പൊ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഭഗവാൻ പറഞ്ഞാൽ എന്താ? പമ്പയിൽ സത്യം നടത്തിയിട്ട് വരുന്നതാണ് പറഞ്ഞത് അല്ലേ? ഇതൊക്കെ കർമ്മം കൊടുത്തിട്ട് പമ്പയിൽ വെള്ളിയൊക്കെ ഇട്ടിട്ട് അതിനുശേഷം പമ്പയിൽ സത്യമൊക്കെ നടത്തി സന്തോഷിപ്പിച്ചിട്ട് വരൂ. പമ്പയിലുള്ളവരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് വരൂ അല്ലേ? മാത്രമേ കാര്യം നടക്കുള്ളൂ. നടക്കും വൃത്തി വേണം അല്ലേ? നമ്മളൊക്കെ പറയുകയും വൃത്തിയൊക്കെ ചെയ്യണം അല്ലേ? വൃത്തിയൊക്കെ വൃത്തി ഉണ്ടാവണം. പ്രവൃത്തി എല്ലാവർക്കും അറിയാം. പക്ഷെ വൃത്തിയോട് കൂടി പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ അവിടേക്ക് ആ സങ്കല്പം വളരുന്നുള്ളൂ. നമ്മുടെ സങ്കല്പങ്ങൾക്ക് പോകുന്നത് വരുന്നുള്ളൂ. നമ്മളൊക്കെ നല്ലോണം കർമ്മത്തെ സ്നേഹിക്കുന്നവരും കർമ്മത്തിൽ ആത്മാർത്ഥതയുള്ളവരുമായിരിക്കണം. ആത്മാർത്ഥത ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ഒന്നിനെയും രക്ഷിക്കാൻ പാടില്ല, ഒന്നിനെയും കുറിച്ച് പരാതി പറയാൻ പാടില്ല. നമുക്കതിന് അധികാരം പോകാൻ പറ്റില്ല. നമുക്ക് നമ്മളെ തിരുത്താൻ തന്നെ സമയമില്ല. ഇത് നമ്മൾ മറ്റുള്ളവരെ തിരുത്തേണ്ട കാര്യം അല്ലേ? നമ്മുടെ കയ്യിലല്ലാണ്ട് നമ്മുടെ അടുത്തവരുടെ കയ്യിലതാ ചളിയെന്ന് പറയാൻ പാടുമോ? ഇല്ല. അത് നമ്മൾ നമ്മുടെ കയ്യൊക്കെ കഴിഞ്ഞിട്ട് വേണം അയാളെ പോകാൻ. അതുപോലെ കുളിച്ചിട്ട് വേണം വെറുതെ പോകാമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിനെ സ്ഫുടം ചെയ്യുക. സ്വർണ്ണമാണ് നമ്മളൊക്കെ. പക്ഷെ സ്വർണ്ണമാണെങ്കിലും തീരിട്ട് കഴിച്ചാൽ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ അല്ലേ? അതുപോലെ നമ്മൾ ഉരുകണം, എന്നാൽ മാത്രമേ നമുക്ക് അഴക് വരുള്ളൂ. ഉരുക്കുക, അതാണ് പ്രാർത്ഥന. സ്വർണ്ണ കടലിൽ നമ്മൾ തീയിലിട്ടെങ്കിലും ഉരുക്കുമ്പോൾ അതിന് ഏത് രൂപത്തിലാണെങ്കിലും മാറ്റിയെടുക്കാം അല്ലേ? സ്വർണം കുഴിച്ചെടുക്കുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല. ഇങ്ങനെ കരിങ്കല്ല് പോലത്തെ കഷ്ണം തന്നെയാണ്. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ അഗ്നിയിലിട്ട് വേവിക്കുകയാണ്. വേവിക്കുമ്പോൾ അതിങ്ങനെ തിളക്കം വരും. എന്നിട്ട് അതിനെ അടിച്ച് കരുത്തി അതിനോരോ രൂപങ്ങൾ ഉണ്ടാക്കും അല്ലേ? അതിനഴക് വന്നപ്പോൾ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ ഉരുകണം, കുറെ ഉരുകണം. ചില സമയത്തൊക്കെ നല്ലോണം ഉരുകേണ്ടി വരും. എന്നാൽ മാത്രമേ ചിലതൊക്കെ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ പറയില്ലേ, എൻ്റെ മനസ്സിൽ ഉരുകളുണ്ട്, ഉരുകി ഞാൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് അത് ശരിയായത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉരുകുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വിളക്ക് കത്തൂ. നമ്മുടെ ഉള്ളിൽ നിന്ന് നെയ്യ് ഒഴിച്ചാൽ മാത്രമേ ഈ വിളക്ക് തെളിയുന്നുള്ളൂ. അതുപോലെ നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നാവണമെങ്കിൽ ഉരുകി വിളിച്ചോളൂ. നമുക്കത് അനുഗ്രഹമായിട്ട് മാറും. അതങ്ങനെ കലിയുഗം കർമ്മയുഗം. നമ്മളെപ്പോഴും കണ്ണടച്ചിരുന്നതൊന്നും കാര്യം നടക്കില്ല. കർമ്മം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. ആ കർമ്മമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സേവയെയും കർമ്മമായിട്ട് കാണാം. വംശവർദ്ധവ സന്നിധാനത്ത് ഇന്നത്തെ ദിവസം നല്ല വിശേഷമായിരിക്കുന്നു. നമുക്കറിയാം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം അല്ലേ? ഒരുപാട് ത്യാഗത്തിലൂടെയാണ് ഈ ക്ഷേത്രം ഉത്ഭവിച്ചിട്ടുള്ളത്. ത്യാഗം അതാണ് ഭഗവാന്റെ ആദ്യത്തെ പരീക്ഷണം. സ്വാമി ഇപ്പോഴും പറയും ത്യാഗം യോഗം ഭാഗ്യം. ആദ്യം ത്യാഗം വരികയാണ്. ത്യാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ആദ്യമൊക്കെ. ആ ത്യാഗത്തിന് നമ്മൾ അതിജീവിക്കണം.
എന്നിട്ട് നമ്മൾ നല്ല യോഗത്തിലെത്തണം. ആ യോഗത്തിലൂടെ നമുക്ക് ഭാഗ്യം വരും. യോഗം, ഈ യോഗം ഉണ്ടായിട്ടൊന്നും നമുക്കില്ലേ, ഇന്ന് നമുക്ക് ഈ അമ്പലത്തിൽ ഒരാളെ യോഗം ഉണ്ടായിട്ട് നമുക്ക് കേൾക്കാത്ത യോഗം ഉണ്ടായി അല്ലേ. ഈ യോഗം നമുക്ക് എന്ത് തന്നു? ഭാഗ്യം തന്നു, പ്രസാദം തരുമ്പോൾ. അപ്പൊ നോക്കൂ, യോഗത്തിലൂടെ നമുക്ക് ഭാഗ്യം വരുന്നത്. എന്നാൽ ഈ യോഗമൊക്കെ ഉണ്ടായത് എങ്ങനെ? ത്യാഗത്തിലൂടെ. കുറച്ച് ത്യാഗം ഉണ്ടായി അല്ലേ. എത്ര നിലയിൽ നമ്മളിവിടെ ഇരിക്കും അല്ലേ, സമയം നിർത്തുന്നില്ല നോക്കാറില്ലേ. അപ്പൊ വീട്ടിലേക്ക് എത്താമെന്ന് പറയുന്നത് പുറപ്പെട്ട് വന്നതാണ്. എന്നാലും ഇവിടെ വന്നപ്പോൾ പിടിച്ചിരുത്തി. അത് ത്യാഗമാണ്. ത്യാഗം നമ്മുടെ ആരാധന. ശബരിമലയ്ക്ക് കൂടുതൽ ത്യാഗം തന്നെയാണ്. 41 സ്ഥലത്തൊക്കെ എടുത്തിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഏകാന്തനായിട്ട് നമ്മൾ പോലെ നോക്കും. ഇതൊരു ത്യാഗമാണ്. ആ ത്യാഗം ആവശ്യമാണ്. അതിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. എത്ര വലിയ ഒരു പ്രസ്ഥാനമാണെങ്കിലും ശരി, ചെറിയ പ്രസ്ഥാനമാണെങ്കിലും ശരി, അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നടത്തി കൊണ്ടുപോകാം. എന്നാലും നമ്മൾക്ക് കൈവിടാൻ പാടില്ല. പ്രശ്നങ്ങളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. രാജീവും ഉണ്ടാവും, ശബരിമലയും ഉണ്ടാവും, ഗുരുവായൂരും ഉണ്ടാവും. സദ്ഗുരുവായി കാഴ്ചി തരും ശരവണ ബാബா, സന്തതമും കാത്തരുൾവാൻ ശരവണ ബാബா. സദ്ഗുരുവായി കാഴ്ചി തരും ശരവണ ബാബാ, സന്തതമും കാത്തരുൾവാൻ ശരവണ ബാബാ. ഭക്തിയുடன் നാം പണിந்தாൽ ശരവണ ബാബா, പാവമെല്ലാം പോക്കിടുവാൻ ശരവണ ബാബா. ഭക്തിയുடன் നാം പണിந்தாൽ ശരവണ ബാബാ, പാവമെല്ലാം പോക്കിടുവാൻ ശരവണ ബാബാ. ശരവണ ബാബா எங்கள் ശരവണ ബാബா, ശരണം என்றால் அபயம் தரும் ശരവണ ബാബா. ശരവണ ബാബാ, എங்கள் ശരവണ ബാബാ, ശരണമെന്നാൽ അഭയം തരും ശരവണ ബാബാ. സദ്ഗുരുവായി കാഴ്ചി തരും ശരവണ ബാബா, സന്തതമും കാത്തരുൾവാർ ശരവണ ബാബா. സദ്ഗുരുവായി കാഴ്ചി തരും ശരവണ ബാബാ, സന്തതമും കാത്തരുൾവാൻ ശരവണ ബാബാ. ഭക്തിയുடன் നാം പണിந்தாൽ ശരവണ ബാബാ, പാവമെല്ലാം പോക്കിടുവാർ ശരവണ ബാബാ. ഭക്തിയുடன் നാം പണിந்தாൽ ശരവണ ബാബാ, പാവമെല്ലാം പോക്കിടുവാൻ ശരവണ ബാബാ. ശരവണ ബാബാ, തിങ്കൾ ശരവണ ബാബാ, ശരണമെன்றால் അഭയം തരും ശരവണ ബാബാ. ശരവണ ബാബാ, എங்கள் ശരവണ ബാബാ, ശരണമെന്നാൽ അഭയം തരും ശരവണ ബാബാ. ഗുഹാനന്ദം കൂട്ടുവിക്കും ശരവണ ബാബா, കുன்றில் நிற்கும் ശിവകുമാരൻ ശരവണ ബാബா. ഗുഹാനന്ദം കൂട്ടുവെക്കും ശരവണ ബാബാ, കുன்றில் നിൽക്കും ശിവകുമാരൻ ശരവണ ബാബാ. விடாதவர் பாதம் பற்றும் சரவண பாபா, வேண்டும் வரம் தந்தருள்வார் சரவண பாபா. விடாதவர் பாதம் பற்றும் சரவண பாபா,
ആയതിലേക്കായി ഇന്നിവിടെ സ്വാമിക്ക് സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ ദക്ഷിണയും ആ മണ്ഡപത്തിൻ്റെ നിർമ്മാണത്തിനായി സമർപ്പിക്കുന്നതാണ്. ആയത് ഏറ്റുവാങ്ങാൻ ക്ഷേത്ര കമ്മിറ്റി ഭാര്യകളോട് അഭ്യർത്ഥിക്കുന്നു. ഓം ശരവണഭവായ നമഃ.